മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാം വനിതാ ദിനമാണ്. ന്യൂസ് 18 സംബന്ധിച്ച വിമൻ 18 ആണ് ഇന്ന്. എല്ലാ പ്രേക്ഷകരെയും പ്രത്യേകിച്ചും ഞങ്ങളുടെ എല്ലാ വനിതാ പ്രേക്ഷകരെയും മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരിടത്താണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ ഇതൊരു സൂചന കിട്ടിയിട്ടുണ്ടാകും എവിടെയാണ് ഞാനിന്നുള്ളത്. നമുക്കറിയാം ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വനിതാ ദിനം കെങ്കേമമാക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വനിതകളെ കൈപിടിച്ച് മുന്നോട്ട് ഉയർത്തിയ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് കലയുടെ ആദ്യ അറിവടക്കം പകർന്നു നൽകിയ ഒരിടത്താണ് ഉള്ളത്. നമ്മുടെ സ്വന്തം റിഗാറ്റ നാട്യ സംഗീത കേന്ദ്രയിലാണുള്ളത്. തിരുവനന്തപുരത്താണ് ഈ റിഗാറ്റ നാട്യ സംഗീത കേന്ദ്രമുള്ളത്. ഇവിടെ നമ്മുടെ ഒരു 50 വർഷം അല്ലെ 52 വർഷം ഈ ഒരു നാട്യ കലാകേന്ദ്രയ്ക്ക് പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 72 വയസ്സുള്ള, അതാണ് എടുത്തു പറയേണ്ടത്, 72 വയസ്സുള്ള ഒരു അധ്യാപികയാണ് ഇതിന്റെ ഓണർ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗിരിജ ടീച്ചർ, ഗിരിജാചന്ദ്രൻ, ശ്രീമതി ഗിരിജാചന്ദ്രൻ എന്നാണ് പേര്. ടീച്ചറെ നമസ്കാരം. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് കല എന്നതിന്റെ ഒരു ആദ്യാക്ഷരം പകർന്നു നൽകിയ ഒരാളാണ് എന്റെ മുൻപിലുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആയിരക്കണക്കിന് ശിഷ്യരുള്ള ഒരു അധ്യാപികയാണ്. അധ്യാപികയ്ക്ക് മുൻപിലാണ് ഞങ്ങൾ അധ്യാപികയുടെ മകൾ നമുക്കൊപ്പമുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ പോകാം, അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ആദ്യം നമുക്ക് ടീച്ചറിലേക്ക് തന്നെ പോകാം. ടീച്ചറെ, എന്താണ് ഈ ഒരു ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഗഗൻയാനും ബഹിരാകാശ സഞ്ചാരികളും അഭിമാനവും ആഘോഷവുമാകുന്ന കാലമാണ്. ബഹിരാകാശ സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ ഈ ദിവസം അവളെ മറക്കാനാകുമോ? സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന ജീവിതം കൊണ്ട് കാട്ടിത്തന്ന കൽപ്പന ചൗള. 4-ാം വയസ്സിൽ കടലാസുകൊണ്ട് വിമാനമുണ്ടാക്കി കളിച്ച പെൺകുട്ടി. പ്രായത്തിനൊപ്പം കൽപ്പനയുടെ ആകാശ സ്വപ്നങ്ങളും വളർന്നു. ആ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ചത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ആ ബാച്ചിലെ ഏക പെൺകുട്ടി. വലിയ സാധ്യതകളിൽ നിന്ന് വിമർശിച്ചവർക്ക് പിന്നീട് അവൾ ഒരു വിസ്മയമായി. 2003 ജനുവരി 16-ന് മറ്റ്6 പേർക്കൊപ്പം STS 107 കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ യാത്ര. 17 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ചരിത്ര ദൗത്യം. ഇന്നും കണ്ണീരോർമ്മയാണ് കൽപ്പന ചൗള. കെന്നഡി സ്പേസ് സെന്ററിൽ വെഹിക്കിൾ അസംബിൾ ബിൽഡിംഗിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിൽ കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ടാകും. ശമ്പളത്തിന്റെ ഭൂരിഭാഗവും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന ചെയ്ത കൽപ്പന ചൗള. അവളെ എന്തിനു പഠിപ്പിക്കണം എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ ഇന്നുമുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് നിത്യവും ജ്വലിക്കുന്ന കൽപ്പന ചൗള. നൃത്തവും സംഗീതവും സാഹിത്യവും അക്ഷരശ്ലോകവും കവിതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ആ ഒരു വാസന എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുതിലേ മുതൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ താഴത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ച് സ്കൂൾ ഡേ, കോട്ടൺ ഹിൽ സ്കൂൾ ഡേക്കൊക്കെ ഓരോ ഇനങ്ങൾ എൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി ഞാൻ അന്നേ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു നർത്തകി എന്നതിലുപരി ഒരു അധ്യാപിക വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതാണ് ഏറ്റവും താല്പര്യം. പഠിപ്പിക്കുക മുഴുവൻ സമയവും പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ MA കഴിഞ്ഞ് ഉദ്യോഗമൊക്കെ കിട്ടി എങ്കിൽ പോലും അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം. അതായത് നമ്മുടെ നാട്ടിലിപ്പം മെഡിസിനും എഞ്ചിനീയറിങ്ങും അല്ലാതെ വേറൊരു പ്രൊഫഷൻ ഇല്ല എന്നുള്ള ഒരു കാലമാണല്ലോ. അപ്പോൾ അതിന് ഒരു മാറ്റം എന്നുള്ള നിലയിൽ ഈ നൃത്തവും സംഗീതവും മാന്യമായ തൊഴിലാക്കി എടുത്താൽ ഏതൊരു തൊഴിലിനെക്കാട്ടി ഉപരി ഭംഗിയായി ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അനേകം കുട്ടികളെ
ഇതിൽ കൂടെ കൈപിടിച്ച് ഒരുപാട് തിലകങ്ങളെയും പ്രതിഭകളെയും ഒക്കെ ഒരുപാട് ഇന്ന് ഭാരതത്തിലെ തന്നെ പ്രധാനമായി പ്രശസ്തരായ ഒരുപാട് നർത്തകരെ വാർത്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു എൻ്റെ ഒരു കലാസബരി അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെ. തീർച്ചയായും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ പറഞ്ഞതുപോലെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ ടീച്ചറുടെ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുമുണ്ട്. ടീച്ചറെ 52 വർഷം കഴിയാൻ പോവുകയാണ് അല്ലേ? ഇതൊരു വല്ലാത്ത ഒരു പ്രയാണം തന്നെയാണല്ലേ? ഇപ്പോഴും അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ആണ് ഇപ്പോഴും അതേ കുറച്ചും കൂടി സ്ട്രിക്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് കർശനമായി ഈ കല യഥാർത്ഥമായ രീതിയിൽ അതിൻ്റെ എല്ലാവിധ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ കുട്ടികൾ പഠിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു അക്കാഡമിക്കായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ പരിപാടികൾക്ക് വേണ്ടി പഠിപ്പിച്ച് അങ്ങനെയല്ല. അതിൻ്റെ തിയററ്റിക്കൽ വശങ്ങളും കുട്ടികൾ ഓരോരുത്തരും ഒരു 10 വയസ്സായ കുട്ടിയായാലും ഒരു 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ താൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കുള്ള വൈദഗ്ധ്യത്തോടു കൂടി വരാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ. അങ്ങനെയാണ്. തീർച്ചയായും ടീച്ചറുടെയൊക്കെ ഇനിയും വരണം. ടീച്ചറുടെ കുറെ വിശേഷങ്ങൾ ആരാണ്ട്. അതിനു മുൻപ് ടീച്ചറുടെ മകളും വിദ്യാർത്ഥികളും നമുക്കൊപ്പം ഉണ്ട്. മകൾ മാധവി ചന്ദ്രൻ ടീച്ചർക്കൊപ്പം നിന്ന് ഈ റിഗ്വാറ്റിയെ കൈപിടിച്ചുയർത്താൻ ടീച്ചർക്ക് തോളോട് ചോൾ ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് മാധവി എന്നാണ് തുടക്കം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. ആയതിനു ചോദിക്കട്ടെ, അമ്മ ഫുൾ ഹാപ്പിയാണ്, ഫുൾ വൈബാണ്. പ്രത്യേകിച്ചും ഈ എടുത്തു പറയേണ്ട കാര്യം 72-ാം വയസ്സിലും ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം എന്താണ് അമ്മയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ റിഗ്വാറ്റിയെ കുറിച്ച് എന്താണ് മാധവിക്ക് പറയാനുള്ളത്? റിഗാറ്റ എന്ന് പറയുന്നത് ഇപ്പം അമ്മ പറഞ്ഞ പോലെ ഒരു ഇത്രയും വർഷം കൊണ്ട് അമ്മ കുറച്ച് എല്ലാവരുടെയും ഹെൽപ്പോട് കൂടെ തരാം. പക്ഷെ എന്നാലും അമ്മയുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടോ ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രായം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. കാരണം നമ്മളൊക്കെ പ്രായത്തിൽ 72 എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ സത്യം പറയും മമ്മൂക്കയും ഗിരിജ ടീച്ചറും ഒക്കെ ഒരേ ഇതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഈ ഒരു ഇതിനോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മൾ അസ്റ്റോണിഷ്ഡ് ആകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പറയാൻ പാടില്ല ഞാൻ പലപ്പോഴും. പക്ഷെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നാലും സാറ്റർഡേ സൺഡേ ഒക്കെ ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന അമ്മയ്ക്ക് രാത്രി 9 o'clock to 10 to 11 വരെ ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ ഓൺലൈൻ പക്ഷെ എന്നാലും ഡാൻസ് എന്നൊരു കാര്യം ഓക്കെ. അപ്പം ശരി, അപ്പം നമുക്ക് ടീച്ചറുടെ വിദ്യാർത്ഥികൾ കൂടിയാണ്, അവരും കൂടി ഒന്ന് പരിചയപ്പെടാമല്ലോ. എന്താ പേര്? എന്റെ പേര് ഗായത്രി. കുറെ വർഷമായോ പഠിക്കുന്നു? ഞാൻ 5 വയസ്സ് തൊട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 33 വയസ്സായി. അപ്പൊ 5 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ടീച്ചർ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ റോൾ മോഡൽ? ആ കാര്യം ചോദിക്കേണ്ടല്ലോ. ഉറപ്പായിട്ടും ടീച്ചറും ടീച്ചറിന്റെ മോൾ മാധവി രണ്ടുപേരും എന്റെ മെന്റേഴ്സ് ആണ്. ടീച്ചറിനെ പറ്റി പറഞ്ഞാല് എന്റെ അമ്മയുടെ ഒരു സ്ഥാനം തന്നെയാണ് ടീച്ചറിനും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചറിന് വന്ന് പറയാം. പേഴ്സണൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ടീച്ചറിന് വന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ടീച്ചറിൻ്റെ അടുത്ത് ഉള്ളത്. അപ്പം 5 വയസ്സ് തൊട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ചിക്കുനെ അറിയാം, മാധവിയെ അറിയാം, എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോഴും അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് റിഗാറ്റയില്. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ കല ജീവിതമാക്കിയ കുറെ സ്ത്രീകളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ തന്നെ പറയണം അല്ലെ? എന്താ പേരെന്താ? എന്റെ പേര് ശ്രുതി. ശ്രുതി എത്ര വർഷമായി? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പഠിക്കണു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എന്റെ സ്ഥലം ഇവിടെയല്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടെ തന്നെ. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ നൃത്തം പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ചെറുതില് പഠിച്ചിരുന്നു, പിന്നെ ഇടയ്ക്ക് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ എന്റെ മോൻ ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ് ടീച്ചറിന്റെ അടുത്ത് വന്നത്. പിന്നെ
ഓക്കെ, അതും ഒരു ഞാൻ ടീച്ചറെ കുറിച്ച് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം കുറേ ആളുകൾ ഉണ്ടാവും ചെറുപ്പം മുതലേ നമുക്ക് നൃത്തം പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളൂ, പക്ഷെ അവർക്ക് അതൊന്നും സാധിക്കാത്ത കുറെ ആളുകളും ഉണ്ടാവും അല്ലെ ടീച്ചറെ? പക്ഷെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് വിവാഹത്തിന് ശേഷവും നൃത്തം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞ കുറെ പേരും എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്ന്. അത് സത്യം പറഞ്ഞാലേ ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. അതെങ്ങനെ ടീച്ചർ അതിന്റെ ഒരു കാര്യം? അത് 2009 എൻ്റെ ഗുരു പത്മഭൂഷൺ ധനഞ്ജയൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരുപാട് ഹൗസ് വൈഫ്സ് എൻ്റെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നു. അവർ പല സ്ഥലത്തും പോയപ്പോൾ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പറ്റൂല എന്നൊക്കെ ഡിസ്കറേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്നു. ഒരാളാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു സെക്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ സാറിനോടാണ് ചോദിച്ചത്, സാർ എനിക്കിങ്ങനെ ഒരു സെക്ഷൻ റിഗാറ്റയിൽ തുടങ്ങണം സാർ, അതിനൊരു പേര് എല്ലാം ഞാൻ സാറിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സാറാണ് ഈ ഗൃഹനായിക എന്നും പറഞ്ഞ് ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നു. അതിപ്പം വളരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകണം. റിഗാറ്റയിൽ 10-80 പേരുണ്ട് ഗൃഹനായികയിൽ തന്നെ. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞവർ, കുട്ടികളുള്ള അമ്മയും മക്കളും ഒന്നിച്ച് പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾ പഠിക്കുന്നതിൽ ഉപരി ഒരു അർപ്പണ ബോധത്തോടു കൂടിയാണ് അവർ പഠിക്കുന്നത്. വളരെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ചെയ്യുന്നത് അവരാണ്. ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള 16 പേരുണ്ട് എനിക്ക്. അവരൊക്കെ ആദ്യമായി റിട്ടയർമെന്റിന് ശേഷം ചുവട് വെച്ചവർ വരെ ഉണ്ട്. ടീച്ചർ, അതായത് ഈ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞത് കറക്റ്റ് ഇവിടെ വന്നാൽ എന്താന്ന് മനസ്സിലാവും അല്ലേ? തീർച്ചയായിട്ടും അതെ. റിട്ടയർമെന്റിന് ശേഷം ആദ്യമായി ചുവട് വയ്ക്കുന്ന 5 പേരുണ്ട്. അപ്പോൾ അവരെ ഞാൻ ആദ്യം ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ചെറിയ ചെറിയ രീതിയിൽ എക്സസൈസൊക്കെ പഠിപ്പിച്ച് അവരുടെ ബോഡിയെ അതിനു വേണ്ടി തയ്യാറാക്കി. ഇപ്പം അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ആദ്യം ഇരിക്കാനും എണീക്കാനും ഒന്നും പറ്റൂലായിരുന്നു. ഇപ്പം പറയും, ഇപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാ. അങ്ങനെയുള്ള ഒരു 10-20 പേരുടെ ഒരു ആദ്യ ചുവട് രംഗപ്രവേശം മൂകാംബികയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് മെയ് മാസത്തിൽ. എല്ലാവരും 50+ ആണ് എല്ലാവരും. അതെ, അതായത് നൃത്തം പഠിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല, നമുക്ക് മനസ്സുണ്ടെങ്കിൽ കഴിവുണ്ടാവും അല്ലേ? അങ്ങനെയാണോ? അത്രയേ ഉള്ളൂ. പ്രായം പറയും പോലെ ഒരു നമ്പർ മാത്രം തന്നെയാണ്. എൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ അവരെയൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന അത്രയും ഒരു ടഫായിട്ട് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഐറ്റംസ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ അവരത് നാച്ചുറലായിട്ട് ചെയ്യും. അതെ ടീച്ചർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെ അതിൽ ഒരുപാട് വയസ്സായിട്ട് അതിൽ ഇപ്പൊ പറഞ്ഞ റിട്ടയർമെന്റിന് ശേഷമൊക്കെ ഇവിടെ വന്നിട്ട് നൃത്തം പഠിച്ച ആളുകൾ, അതിൽ ടീച്ചർക്ക് മനസ്സിൽ തട്ടിയ ഒരു അനുഭവമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും. അതായത് ഇവിടെയുള്ള ഒരു പ്രശസ്തമായ തറവാട്ടിലുള്ള ഒരു പ്രിയദർശിനി വേണുഗോപാൽ, അവരുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലത്ത് ഡാൻസ് പഠിക്കണം, എനിക്ക് ഇപ്പോൾ തന്നെ 65 വയസ്സായി, എനിക്ക് പഠിക്കണം, പക്ഷെ ആ സ്ത്രീയെ കണ്ടാൽ ബോൺ ടു ബി എ ഡാൻസർ എന്ന് നമുക്ക് തോന്നും. അത്ര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പേരെടുത്ത് പോയപ്പോൾ ഭരതനാട്യം പഠിച്ചാലേ മോഹിനിയാട്ടം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു തെറ്റായ ധാരണയാണ്. അപ്പോൾ അവർക്ക് മോഹിനിയാട്ടമാണ് പഠിക്കേണ്ടത്. അവരാണ് ഈ ഗൃഹനായിക എന്നുള്ള ഈ സെക്ഷൻ ഇത്രയും വിജയകരമാവാനുള്ള ഒരു ബീജാവാപം നടത്തിയത് പ്രിയദർശിനി വേണുഗോപാലാണ്. അതെ, ഇപ്പോൾ 75 കൂടുതൽ പ്രായമായി. അതെ, അതെന്തായാലും ഒരു നല്ല ഇൻസ്പിറേഷന്റെ ഒരു കഥ കൂടിയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. നമുക്കേ ഒന്നും കൂടെ മാധവിയിലോട്ട് പോയിട്ടേ ഞാൻ ചോദിക്കട്ടെ, റിഗ്വാറ്റയിൽ അമ്മയ്ക്കൊപ്പം ചേർന്നതിന് ശേഷം അമ്മ ഇപ്പൊ നല്ലൊരു അനുഭവം പറഞ്ഞു. കാരണം അത് കേൾക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ നമുക്ക്, അല്ലെ നമ്മുടെ സ്ത്രീകൾക്ക്, അല്ലെ അങ്ങനെ പറയാം, നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ എന്ന് തോന്നുന്ന ഒരു വലിയൊരു കഥയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. അതേപോലെ എന്തെങ്കിലും ഒരു അനുഭവം മാധവിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം? ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച് വീണത് ഇതിന്റെ നടുക്കോട്ടാണ് വീണത്. അപ്പം അന്ന് തൊട്ട് ഈ ഒരു റിഗാറ്റ എന്ന് പറയുന്നത് ഒന്ന് വരെയും ഒരു സ്റ്റുഡന്റ് ടീച്ചർ എന്ന റിലേഷൻഷിപ്പേ അല്ല, ഒരു വലിയൊരു ഫാമിലി ആയിട്ടാണുള്ളത്. അപ്പം അത് എനിക്ക് ഒത്തിരി ഹെൽപ്പ്, ബിക്കോസ് ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് പലരെ കാണാനും പലരെ പരിചയപ്പെടും. ആദ്യം ചെറുതിലെ ഞങ്ങളുടെ കോളേജ് ഗ്യാങ് ആ ഒരു ടൈപ്പ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാനും ഒരു ഗൃഹനായിക ആയി മാറിയപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചേച്ചിമാരൊക്കെ വരുമ്പോഴും ഒരു ഏജ് ഗ്യാപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. വലിയ ആൻറ്റിമാർ നമുക്ക് സജഷൻ തരുന്നു. ക്ലാസ് ഒരു
വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അറിയാമല്ലോ, നമുക്കൊരു കോളേജ് ലൈഫിൽ അങ്ങനത്തെ ഉള്ളൊരു മെന്റൽ ഇതേ അല്ല നമ്മളൊരു ഗൃഹനായിക ആയി കഴിയുമ്പോൾ. അപ്പോൾ അതെനിക്ക് വളരെയധികം പലപ്പോഴും എൻ്റെ പേഴ്സണൽ കൺസ്ട്രെയിൻസ് പല സമയത്ത് ഞാൻ പല പല അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുക റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു പേഴ്സണൽ ഫീൽ എനിക്ക് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരുടെ അടുത്തുനിന്ന് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് എ വെരി ബിഗ് ഫാമിലി. ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഉണ്ട് നമുക്ക് ഒരു ഇത്. തീർച്ചയായും എനിക്കത് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. കാരണം അങ്ങനെ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇടം കൂടിയാണിത്. കാരണം മനസ്സുണ്ടെങ്കിൽ എന്തും സാധിക്കും, ഏതറ്റം വരെയെങ്കിലും നമുക്ക് പോകാമെന്ന് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും തെളിയിച്ചതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിന് പ്രായം കൂടിയില്ല എന്നുള്ളൊരു വലിയ ഉദാഹരണം കൂടി ടീച്ചർ നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് എന്തായാലും ഇനി ഈ സംസാരം മാത്രം പോരല്ലോ അല്ലെ, നമുക്ക് ഇവരുടെ പെർഫോമൻസിനോട് കാരണം ടീച്ചറിനെയും കാണാം. അതിനാണ് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ? ടീച്ചറെ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ പിന്നെ ടീച്ചർ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഞാൻ ഈ മേഖലയായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പൊ ടീച്ചറിലേക്ക് തന്നെ നമുക്കങ്ങ് പോവാം. നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച ത്വമേവ സർവം മമ ദേവദേ. തിമ്മി തക്ക തിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക. നമുക്ക് ഇന്ന് ശിവരാത്രിയല്ലേ, അതുകൊണ്ട് പുതിയതായിട്ട് ഒരു കിരാതം എന്നുള്ള കഥ അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മോഹിനിയാട്ടം ഇനം തുടങ്ങാം. ഇത് വളരെ പണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് അത് പ്രയോഗത്തിലില്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇതിന്റെ സാഹിത്യം എനിക്ക് എഴുതി തന്നത് പ്രശസ്ത കവി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അതിന്ന് അതിന്റെ മുദ്രയൊക്കെ ഇപ്പൊ ഇന്ന് പഠിക്കാം. ഓക്കെ. കീരതാർജുനീയം ഭാവയേ നിഗമം മോക്ഷദായകം. കിരാതാർജുനീയം എന്നുള്ള ആ മഹത്തായ കഥാഭാഗം ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് സർവ വേദ ഉപനിഷത്തുകൾക്കും ആധാരമായിട്ടുള്ള ഭഗവാൻ നടരാജമൂർത്തി മോക്ഷദായകം. അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് മനുഷ്യന് മോക്ഷദായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് പല്ലവിയിൽ പറയുന്നത്. അപ്പൊ കിരാതൻ എന്ന് പറയുന്നത് ഒരു രാക്ഷസൻ, ഒരു കാട്ടാളനാണ് കിരാതൻ. അപ്പൊ കിരാതൻ ആദ്യം കാണിക്കൂ. കിരാതൻ അർജുനൻ. കിരാതനും അർജുനനും കൂടെയാണ് യുദ്ധം ചെയ്യുന്നത്. കിരാതൻ വാസ്തവത്തിൽ ഭഗവാൻ പരമശിവനാണ്. അർജുനീയം.
കീരാ ഭാവ അടുത്തത് നിഗമാഗമം. നിഗമമാഗമം, ആഗമം എന്ന് വെച്ചാൽ വേദം. ആധാരമായിട്ടുള്ളവൻ. മോക്ഷ, മോക്ഷം മുകളിലോട്ട് മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം. അതെ, പറയൂ, നിങ്ങളുടെ കൂടെ ഐഡിയ പറയൂ. മോക്ഷദായകം, മോക്ഷദായകം. മോക്ഷം നൽകുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ എടുത്തോളൂ ഭാവയെ. ഇപ്പൊ ഈ ഒരു പല്ലവി ഒന്ന് കളിക്കും, ചോടോട് കൂടി കളിക്കും. 3 4 ീയം ഭാവയേ നിഗമാഗമം മോക്ഷദായകം. ഇനി നമുക്ക് ഇതിനെ തന്നെ വിന്യസിച്ച് 1-2 കൈകൾ എടുത്തതിന് ശേഷം ഇതൊരു മെയിൻ സഞ്ചാരിയായിട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്തോന്നാണ്? ശിവനെ പൂജിച്ച് ഇരിക്കുന്ന അർജുനൻ, പിന്നെ ഈ കിരാതൻ, ഭഗവാൻ പരമശിവൻ അർജുനനെ പരീക്ഷിക്കുവാൻ, അർജുനന് കുറച്ച് അഹങ്കാരമുണ്ട്, താനൊരു വില്ലാളി വീരനാണെന്നുള്ള അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഭഗവാൻ പരീക്ഷിക്കുന്നതാണ് ഈ കഥ. അപ്പൊ ഭഗവാൻ തന്നെയാണ് കിരാതനായിട്ട് അർജുനന്റെ തപസ് ഇളക്കാനായിട്ട് വരുവാണ്. അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ പന്നി വന്ന് ഒരുപാട് രീതിയിൽ ശല്യപ്പെടുത്തുവാണ്. അതിൽ നിന്നാണ് വളരെ ഉദ്ധതനായിട്ട് അർജുനൻ പൊങ്ങി വരുന്നത്. അതാണ് കഥ. ടീച്ചർ